ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി മലപ്പുറം വളാഞ്ചേരി വട്ടപ്പാറ സർവീസ് റോഡ് അടയ്ക്കാനുള്ള തീരുമാനത്തിനെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ്. സർവീസ് റോഡ് അടച്ചാൽ കോഴിക്കോട് ഭാഗത്തു നിന്ന് വരുന്ന യാത്രക്കാർക്ക് വളാഞ്ചേരിയിലെത്താൻ 7 കിലോമീറ്ററിലധികം സഞ്ചരിക്കണം. എന്നാൽ സർവീസ് റോഡ് അടയ്ക്കുമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് അധികൃതർ. സർവീസ് റോഡ് സ്ഥിരം സംവിധാനമാക്കിയാൽ അപകടങ്ങൾ വർദ്ധിക്കുമെന്നതാണ് അധികൃതർ പറയുന്ന വിശദീകരണം. വട്ടപ്പാറയിൽ നിന്ന് CV അനുമോദ് ചേരുകയാണ്. അനുമോദ്, ഗുഡ് മോർണിംഗ്. ഈ സാധാരണക്കാരായ ജനങ്ങളെ സംബന്ധിച്ച് ഇത് വല്ലാതെ വലയ്ക്കുന്ന ഒരു തീരുമാനമാണ് ഈ സർവീസ് റോഡ് അടയ്ക്കുക എന്നുള്ളത്. പക്ഷേ അധികൃതർ ചൂണ്ടിക്കാണിക്കുന്നത് ഈ സർവീസ് റോഡ് തുറന്നു നൽകിയാൽ അപകടങ്ങൾ വർദ്ധിക്കും എന്നതാണ്. അതിന്റെ ശാസ്ത്രീയ വശം എന്താണ്? പ്രതിഷേധം ഏത് തരത്തിലാണ് പുരോഗമിക്കുന്നത്? അനുമോദ്. ആര്യ, ഞാൻ നിൽക്കുന്നത് വട്ടപ്പാറ വയഡക്റ്റ് തുടങ്ങുന്ന ഇടത്താണ്. നമുക്ക് ആദ്യം ഇവിടുത്തെ കാഴ്ചകൾ കാണിച്ച ശേഷം അതിലേക്ക് കൃത്യമായിട്ട് വരാം. അതിപ്പോൾ വട്ടപ്പാറ വയഡക്റ്റിലേക്കുള്ള ദേശീയപാത കടന്നു പോകുന്നത് ഇതുവഴിയാണ്. ഇതുവഴി പോകുന്നത് നേരെ വയഡക്റ്റ് വഴി ദേശീയപാത കടന്നു പോകുന്നു. ഇതിന് മറുവശത്ത് ഇപ്പോൾ വാഹനങ്ങൾ ഇറങ്ങിപ്പോകുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇതാണ് വളാഞ്ചേരിയിലേക്ക് ഇപ്പോൾ ഉള്ള സർവീസ് റോഡ്, അല്ലെങ്കിൽ വളാഞ്ചേരിയിലേക്കുള്ള വഴി ഇപ്പോൾ ഇതാണ്. പക്ഷേ ഈ ഒരു ദേശീയപാതയുടെ നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞാൽ ഈ വഴി പൂർണ്ണമായിട്ടും അടയ്ക്കും. പിന്നീട് നമുക്ക് ഈ ഹൈവേയുടെ ഇടതുവശത്ത് ഇവിടെ നമുക്ക് നിർമ്മാണം നടക്കുന്നത് കാണാൻ സാധിക്കും. ഇവിടെ ഈ പ്രദേശത്തിലൂടെയാണ് സർവീസ് റോഡ് നിർദ്ദേശം വന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് കാണാം താഴെ സർവീസ് റോഡിൻ്റെ ഏകദേശം നിർമ്മാണത്തിന് വേണ്ടി ആ സ്ഥലം ഒരുക്കിയിട്ടുള്ളതും അവിടെ വെള്ളം കുത്തി ഒലിച്ചു പോകുന്നത് കാണാൻ കഴിയും. ഇതിന് താഴെ കുറച്ച് ദൂരം റോഡിൻ്റെ നിർമ്മാണം പൂർത്തിയായതാണ്. പക്ഷേ ഈ മലയുടെ ഒരു ഭാഗം വെട്ടിയെടുത്തിട്ട് വേണം ഇവിടേക്ക് സർവീസ് റോഡ് ഉണ്ടാക്കാൻ. പക്ഷേ നിലവിൽ ഈ ഭാഗത്ത് മല വെട്ടിമുറിച്ചുള്ള ഒരു നിർമ്മാണം ഈ പ്രദേശത്തിൻ്റെ മണ്ണിൽ ഉറപ്പില്ലാത്തതിനാൽ ബുദ്ധിമുട്ടാണ് എന്നാണ് ദേശീയപാത അതോറിറ്റി പറയുന്നത്. അതുകൊണ്ട് ഈ വഴിയും ഈ വശത്തുകൂടിയും വഴി ഉണ്ടാകില്ല. നിലവിൽ ബസ്സുകളൊക്കെ ഇറങ്ങിപ്പോകുന്ന ആ വഴിയും അടയ്ക്കും. ചുരുക്കം പറഞ്ഞാൽ വളാഞ്ചേരിയിലേക്ക് ഇതുവഴി പോകാനേ കഴിയില്ല. 7 കിലോമീറ്റർ വയഡക്റ്റ് വഴി കറങ്ങി തിരിഞ്ഞ് വേണം ഇവിടേക്കെത്താൻ. അതുകൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ട് ഈ ഒരു 4-5 കിലോമീറ്റർ ദൂരം തികച്ചും ഒറ്റപ്പെട്ട അവസ്ഥയിലാകും. അവിടെ കോളേജുകളുണ്ട്, സ്കൂളുകളുണ്ട്. അവിടേക്ക് പോകുന്ന കുട്ടികൾക്കൊന്നും വാഹനം കിട്ടാത്ത അവസ്ഥ വരും. നമ്മളിപ്പോൾ ഇവിടുത്തുകാരൊക്കെ ചേർന്ന് ഇവിടുത്തെ വളാഞ്ചേരി നഗരസഭാ കൗൺസിലർമാരാണ്. ഇവരൊക്കെ വലിയൊരു പ്രശ്നമാണല്ലോ. തീർച്ചയായിട്ടും ഇതിപ്പോൾ പറയുകയാണെങ്കിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറേ കാലമായിട്ട് ഞങ്ങളുടെ മുൻ തലമുറയൊക്കെ ഉപയോഗിച്ചിരുന്ന വഴിയാണ്. ഇപ്പോൾ വളാഞ്ചേരി എന്ന് പറഞ്ഞാൽ അറിയാം, നമ്മുടെ ജില്ലയിൽ തന്നെ പ്രധാനപ്പെട്ട ഒരു ജംഗ്ഷനാണ്. അതോടൊപ്പം തന്നെ അവിടെ നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്, ഹോസ്പിറ്റലുകളുണ്ട്, ചെറുതും വലുതുമായ വ്യവസായ സ്ഥാപനങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ്. അപ്പോൾ ഒരു ദിവസം ഇവർ പറയുകയാണ്, ഇനി മുതൽ നിങ്ങൾ ഇതിലെ ദേശീയപാതയിലൂടെ പോയിട്ട് വളാഞ്ചേരി വഴി കറങ്ങിയിട്ട് പോകണം എന്നാണ് പറയുന്നത്. അധികം സഞ്ചരിക്കണം. അത് ഒരിക്കലും അസാധ്യമായ ഒരു കാര്യമാണ്. കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നൊരു സൗകര്യം ഒറ്റയടിക്ക് എന്താണെന്ന് കാരണം പോലും ഞങ്ങളോട് പറയുന്നില്ല. മാത്രമല്ല ഇതിൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഓണിയൽ പാലം വഴി ചുറ്റി വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം അതിവർ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. കാരണം അതിലൂടെ ഇവിടെ നിന്ന് പോകുന്ന അപ്പോൾ ഒരു 2 മിനിറ്റ് നിന്നാൽ അറിയാം എത്ര കണ്ട് വാഹനങ്ങൾ ഈ കാവുമ്പുറം വളാഞ്ചേരി ഭാഗത്തേക്ക് പോകുന്നുണ്ട്. അത്രയും വാഹനങ്ങൾ അതുവഴി കറങ്ങി പോകുമ്പോൾ വളാഞ്ചേരിയിൽ നിന്ന് കുറ്റിപ്പുറത്തേക്കുള്ള റോഡും കുറ്റിപ്പുറത്ത് നിന്ന് വളാഞ്ചേരിക്കുള്ള റോഡും അവിടെ ട്രാഫിക് വരികയും ആ വാഹനങ്ങളെല്ലാം മൊത്തം ദേശീയപാതയിലേക്ക് എത്തുന്ന സ്ഥിതി വരും. അപ്പോൾ ദേശീയപാതയും തത്വത്തിൽ സ്റ്റക്കാവുന്ന സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഈ കാവുമ്പുറം പൂർണ്ണമായിട്ട് അടച്ചുപൂട്ടപ്പെടുന്ന അവസ്ഥ വരൂലേ? കാവുമ്പുറം മാത്രമല്ല, കാവുമ്പുറത്തിൻ്റെ പ്രദേശത്തിൻ്റെ ഉള്ളിൽ നിരവധി പ്രദേശങ്ങളുണ്ട്. കളിയാല, കക്കട്ടപ്പാറ, കാർത്തല, കാട്ടിപ്പരുത്തി, അങ്ങനെ താണിയപ്പംകുന്ന് അടക്കമുള്ള പ്രദേശങ്ങളിലേക്ക് പോകുന്ന ഒരു പ്രധാനപ്പെട്ട വഴിയാണിത്. അത് സർവീസ് റോഡ് അടക്കുക എന്ന് പറഞ്ഞാൽ അതൊരു തികച്ചും അശാസ്ത്രീയമായ ഒരു രീതിയാണ്. മാത്രമല്ല കേരളത്തിൽ തന്നെ ഇപ്പോൾ നാഷണൽ ഹൈവേയുടെ വികസനവുമായി ബന്ധപ്പെട്ടുള്ള സർവീസ് റോഡ് എവിടെയെങ്കിലും അടച്ചു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് ഒരു സ്ഥലം നമ്മുടെ വട്ടപ്പാറയിലാണ്. വട്ടപ്പാറയിൽ സർവീസ് റോഡ് അടക്കുക എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് മേലുള്ള വലിയ കടന്നുകയറ്റമാണ്. അത് അശാസ്ത്രീയപരമായ ഒരു കാര്യമാണ്. അവിടുന്ന് U-ടേൺ അടിച്ച് കഞ്ഞിപ്പുര വഴിയോ അല്ലെങ്കിൽ വയഡക്റ്റ് മേൽപ്പാലം വഴിയൊക്കെ വളാഞ്ചേരിയിലേക്കും പരിസര പ്രദേശങ്ങളിൽ എത്തുക എന്ന് പറഞ്ഞാൽ നഗരസഭാ ചെയർമാൻ ഇപ്പോൾ തിരുവനന്തപുരത്ത് നമ്മൾ